ഹലോ ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ. എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആവണേ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങട്ടാ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നാണ്. അപ്പോൾ നല്ല രാത്രിക്കത്തെ മഴ കൂടുതൽ പെയ്താൽ പിന്നെ ആ വെള്ളം മുഴുവൻ നമ്മളെ സിറ്റ് ഔട്ടിലുണ്ടാവും കേട്ടോ. അത് എന്താ ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞിനി. അപ്പോൾ പാത്തി വെക്കണം എന്ന് പറഞ്ഞ് പാത്തി വെച്ചപ്പോൾ പിന്നെ പറഞ്ഞു പോലെ ഷീറ്റ് ഇടണമെന്ന് എന്നെങ്കിലേ മാറുള്ളൂ എന്നിട്ട്. അപ്പോൾ വലിയ പരിപാടിയാണ്. അപ്പോൾ പിന്നെ വലിയ മഴ പെയ്യുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ വടിച്ച് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ വൈപ്പറായിട്ട് നമ്മൾ രാവിലെ തന്നെ അത് വടിച്ചിട്ടാണ് പിന്നെ ഔത്തുക്കൊക്കെ പോകലിട്ടാ. ലൈറ്റ് ഇട്ടക്കലാണ് ആരെങ്കിലും ഒതുക്കി വിൽക്കുമെന്ന് വിചാരിച്ച് കണ്ട് സുബീസ്കരിച്ചാൻ പോകണമല്ലോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഓല് തന്നെ പോകുമ്പോൾ ലൈറ്റ് ഇട്ട് വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് കുറേ അയക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ അളവുകളോടും കൂടി എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് അപ്പോൾ എത്തുന്ന കേട്ടോ. അപ്പോൾ ഒരു കിലോന് ശരിക്കും 1 കിലോ ഇല്ല കേട്ടോ. ഒരു കിലോന്ന് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് അരി ഉണ്ട് എടുത്തിക്കണേ. അപ്പോൾ 1 കിലോന് ഇറച്ചിയിൽ നിന്ന് കുറച്ച് അതും എടുത്തിക്കണേ. അപ്പോൾ ഒരു 3/4 കിലോ നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ ഒരു 6 വലിയ ഉള്ളി, ഒരു 5 തക്കാളി, പിന്നെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ വെള്ളുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ കുറച്ചൊന്ന് കണ്ട് കൂടുതലിടണം. ചിക്കനെക്കാട്ടി കുറച്ചിടേണ്ടത് നല്ലതാണ് കേട്ടോ. എന്താ ബീഫല്ലേ, ബീഫ് പിന്നെ കൊളസ്ട്രോളിനൊക്കെ പറ്റാത്ത സാധനമല്ലേ, പ്രോട്ടീൻ കൂടുതലുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഇഞ്ചി വെള്ളുള്ളിയൊക്കെ നമുക്ക് കുറച്ച് കൂടുതലിടാം. അപ്പോൾ ഇതൊരു അക്കീക്കത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു ഇളമ്മ ഇറച്ചിയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കഷ്ണം ഇന്ന് എൻ്റെ മക്കൾക്ക് അച്ചാർ ഇട്ട് കൊടുക്കാതിട്ടുണ്ട് എടുത്ത് വെച്ചാട്ടോ. നല്ല ആരുള്ള ഇറച്ചി നോക്കിങ്ങാണ്ട്. അപ്പോൾ ഒരു അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന്നൊരു കഷ്ണം എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇട്ടത്. 1 കിലോന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ എൻ്റെ തോന്നുന്നത്. അപ്പോൾ ഇതാ ഉള്ളി. അപ്പോൾ നമ്മൾ 2 ഉള്ളി തീക്ക് നമ്മളുടെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞുകൊണ്ടും വാട്ടിക്കൊണ്ടും ഇതായിക്കൊണ്ടും ഒന്നും നിന്നിട്ടില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണി. അപ്പോൾ 2 ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ടിക്കണേ. പിന്നെ കുറച്ച് ചെറിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി ബീഫാകുമ്പോൾ കുറച്ച് ചെറിയുള്ളി ഏറ്റവും നല്ലതാണ്, ബെസ്റ്റാണ് ഇട്ടത്. അപ്പോൾ പിന്നെ 3 ചെറുനാരങ്ങ പിഴിഞ്ഞാണ്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര് കൂട്ടുന്നുണ്ട്. അങ്ങനെയെല്ലാം കൂടി അപ്പോൾ നമ്മളിതെല്ലാം കൂടി കുക്കറിലിട്ടുകാണ്ട് അതിൻ്റെ വേവിന് ഉള്ളത് കുക്കറിലിട്ടുകാണ്ട് വിസിലടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഫുള്ളായിട്ട് മുറിച്ചുകാണ്ട് അത് ഇട്ട് കൊടുത്തിക്കണേ. 2 വല്യുള്ളിയും ഒരു 4 വല്യുള്ളി നമ്മൾ അവിടെ എടുത്ത് വെച്ചിക്കണേ. അത് നമുക്ക് ഇനി വറുത്ത് കോരാൻ വേണ്ടിയിട്ടാ. ഞാൻ അതിലേറ്റ് ടേസ്റ്റ് കുറയണ്ട. അപ്പോൾ 3 ചെറുനാരങ്ങ പിഴിഞ്ഞതാണ് ഞാൻ പൊയിച്ച് കൊടുത്തത്. പിന്നെ അതിലുള്ള പൊടികളൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ഇതിട്ടിക്കണേ. എന്താണ് പുതിനൻ്റെ ഇല ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറ്റക്ക് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പുതിനൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി 1.5 സ്പൂണ്. അപ്പോൾ എല്ലാ അളവുകളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ഗരം മസാലപ്പൊടി, 1 സ്പൂണ് ഇപ്പം ബിരിയാണിക്കുള്ള ബിരിയാണി മസാല കേട്ടോ. ബിരിയാണി മരുന്ന് അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആദ്യം ഇട്ടിക്കണേ. അപ്പോൾ അതിൻ്റെ അതും ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊക്കെ കുറേശ്ശെ അതിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ നമുക്ക് ഇങ്ങനെ ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ബിരിയാണി ഇത് ബീഫാകുമ്പോൾ എപ്പോഴും കറിവേപ്പില കൂടുതലിടണം. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് കാണ്ട് ഒന്ന് കുഴക്കാൻ നോക്കുമ്പോൾ കുക്കറിൽ ഇതാണില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് തന്നെ ചെമ്പട്ടി കൊഴിച്ച് കാണ്ട് നല്ലാണ്ട് തിരുമ്മി ആക്കി കാണ്ടാണ് കേട്ടോ നമ്മൾ കുക്കർക്ക് ആക്കേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ പറയാൻ വയ്യ കേട്ടോ, പറയാതെക്കാൻ വയ്യ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി കേട്ടോ. നല്ല എളുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിക്കാക്കിക്കാണ്ട് അതിൻ്റെ വേവിനനുസരിച്ച് ഓരോരുത്തർ വേവിനനുസരിച്ച് വേവാതെ നിൽക്കുകയും ചെയ്യരുത്, വേവും വേണം. അങ്ങനെ വേവ് ഏറാനും പാടില്ല. അങ്ങനത്തെ കുലത്തിലിട്ട് നമ്മൾ ഇതാക്കേണ്ടത്. അപ്പോൾ കുറച്ച് മൂപ്പ് കുറഞ്ഞ ഇറച്ചിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനത്തെ ഇറച്ചിയൊക്കെ ആകുമ്പോൾ ബിരിയാണിക്ക് ഏറ്റവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അത് അടുപ്പത്ത് വെച്ചിക്കണം. ഇനി ഒരു പൊടി തേങ്ങ, പിന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പ് ഇട്ടാ. അണ്ടിപ്പരിപ്പ് കുറച്ചുള്ളൂ. അപ്പം ഇനി വറുത്ത് കോരുന്നൊന്നുമില്ല. അപ്പം ഞങ്ങൾ പെരക്കാർക്കുള്ള ഇതല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ആർക്കും കാണിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതിക്ക് കുറച്ച് തൈരും കൂട്ടിക്കാണ്ട് നമുക്ക് അടിച്ചെടുക്കട്ടെ. ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനാണ്. ഒരു പൊടി തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 5-6 ഉണ്ടെങ്കിൽ ഇടാം. ഉള്ളത് ഞാൻ ഇട്ടിക്കണേ. പിന്നെ തൈര് ഇട്ടാൽ തൈര് കുറവാണെങ്കിൽ ഞാൻ 3 ചെറുനാരങ്ങ കൂട്ടിക്കുള്ള. അപ്പോൾ അത് മതിയാവും. അപ്പോൾ പിന്നെ നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടില്ല കേട്ടോ. അരി കൈകിങ്ങാണ്ട് വാരി വെച്ചിക്കണ്. കൈമാ റൈസാണ്.
അപ്പം നമ്മൾ ആ കുക്കറിലൊക്കെ വെന്തിട്ടാണ്. അപ്പം ഞാൻ ഈ വലിയ കുക്കർക്ക് ഉണ്ടാക്കുകയാണ്. നമുക്ക് ദമ്മിടാൻ നല്ലത് ഈ വലിയ കുക്കറാണ്. അപ്പോൾ അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. തേങ്ങയും തൈരും അണ്ടിപ്പരിപ്പും അരച്ചത് അത് ഇതിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ ഇങ്ങനെ വാട്ടിയോണോ ഇറക്കിയോണോ അങ്ങനെ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പെരാവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ രാത്രിയായിട്ട് ഉണ്ടാക്കേണ്ടത്. മഴ നല്ല പെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ബിരിയാണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും വേനൽക്കൊന്നും ബിരിയാണി ഒന്നും കഴിക്കാൻ കഴിയില്ല, ചൂടുകൊണ്ടും എല്ലാം കൂടി ആയിട്ടില്ല. അപ്പം മല്ലിച്ചപ്പും പൊതിനയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി വറുത്ത് കോരിയത് കുറച്ച് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വല്ലാതെ മൂപ്പിച്ചിട്ടില്ല. നമ്മളമ്മക്ക് അധികം നെരിക്കേണ്ട പറ്റില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചുകൊണ്ട് വല്ലാതാണ് മൂപ്പിച്ചിട്ടില്ല. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. ഇനി കത്തിക്കണമൊന്നുമില്ല, അങ്ങനെ നിൽക്കട്ടെ. ഒന്ന് തിളച്ചൊക്കെ ഒന്ന് റെഡി ആക്കണേ. അപ്പം നമുക്കിവിടെ ചോറ് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ബൽക്കൊക്കെ തൃപ്പതി ഊറ്റിയിട്ടാൽ മതി എന്നറിയും. നെയ്ച്ചോറ് വെക്കരുതെന്ന് പറയട്ടാ. അപ്പോൾ പിന്നെ ഞാൻ ഊറ്റിക്കാണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അധികം വേവണില്ല കേട്ടോ. ഈ കുക്കറിലൊന്നും എനിക്ക് ദമ്മിലിടണം. അപ്പോൾ അതിനുള്ള വേവ് കണക്കാക്കിക്കാണ്ടാണ് ഞാൻ പിന്നെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുക്കറിലിട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെ നെയ്ച്ചോറാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കുക. അങ്ങനെ ആകുമ്പോൾ വെള്ളം കുറച്ച് വെക്കണം കേട്ടോ. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം വെച്ചാൽ മതി. അരപ്പാത്രം കുറച്ച് കാണ്ട് നെയ്ച്ചോറാക്കി വെച്ചുകാണ്ട് ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചോറാവും. അപ്പോൾ ഇതിൽ ബീഫൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ പൊന്തി വരില്ല. അതിനാണ് വെള്ളം കുറച്ച് വെക്കേണ്ടത് കേട്ടോ. വെള്ളം എത്രയും കുറച്ച് വെക്കണം. ഈ ബീഫിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊന്തി വരും, നെയ്യ് ഇങ്ങനെ പൊന്തി വരും. അപ്പം ഞാൻ അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ക്യാരറ്റ് അരിഞ്ഞാണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല അതിൻ്റെ അടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ലേശം ഉള്ളി വറുത്ത് കോരിയിലും ഞാൻ ഇട്ടിക്കണം കേട്ടോ. അതിലിട്ടാൽ അത് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ദമ്മയിക്കണം. ഇങ്ങനെ ആകുമ്പോൾ പിന്നെ തീയൊന്നും കോരിയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ രാത്രിയാണ് ഇട്ടത്. രാത്രി ഇനിയിപ്പോൾ എല്ലാവരും ചോറുണ്ണാൻ വന്നാൽ പിന്നെ അതുകൊണ്ട് എടുക്കുക, വിളമ്പുക, അങ്ങനെയാണ് കേട്ടോ. അപ്പം പിന്നെ വിളമ്പി പ്ലേറ്റ് കിട്ടുമെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും ഉണ്ട് പൈച്ച് കണ്ടല്ലാണ് വരല്. അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനും ഇതിനൊന്നും നിൽക്കൂല. എൻ്റെ മോനെ ഒന്ന് ബാക്കിയേക്കോ ഓനെ ആദ്യം വരലിട്ടാ. അപ്പോൾ പിന്നെ ലേശം നെയ്യൊക്കെ ഒഴിച്ചുകാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി വേഗം പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമാണ്. മറ്റേ നമ്മൾ അതിൽ നിന്ന് ഇളക്കി എത്ര പണിയുണ്ട്. അങ്ങനെ വെക്കണ നേരത്തെ അങ്ങനെ വെക്കുക. എന്നാലും ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊരു കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒന്നും കൂടി പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ടുകാണ്ട് ഷെയർ ചെയ്തുകാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് സഹകരണം ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ടോണ്ടാണ് നമ്മൾ വീഡിയോസ് പിന്നെ ഇട്ടുകൊണ്ട് നിൽക്കേണ്ടത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മളെ വീഡിയോ കാണുന്നവരോടും നമ്മളെ സപ്പോർട്ട് ചെയ്യണവരോടൊക്കെ ഒരുപാട് നന്ദി. നിങ്ങളെ എല്ലാവരെയും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. നമ്മളെ സഹായിക്കണോലൊക്കെ നീ സഹായിക്കണേ പഠിച്ചോനേന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നല്ല സൂപ്പർ ചോറ് വടയിക്കണ്, നല്ല വളർന്ന നല്ല വെന്ത് ചെയ്തിക്കണം. ദമ്മിലിങ്ങനെ ഈ കുക്കറിൽ ദമ്മിലിട്ടാൽ ആ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാട്ടാ. ഞാൻ വെറുതെ ഒന്നും പറയില്ല, ഉണ്ടായിട്ട് തന്നെ ഞാൻ പറയേണ്ടത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് തന്നെ വരും. അപ്പോൾ നമ്മൾ ദമ്മിങ്ങനെ ഉണ്ടാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.